Hi everyone, so I'm Nizam, I'm your MA faculty. I'm an ACCA member and I have 4 years of experience in corporate accounts and taxation. I'm also one of the rank holder in the PPR performance management of ACCA. ഓക്കെ സോ ഈ ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പേപ്പറിനെ കുറിച്ചിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. എന്നിട്ട് എക്സാമിൻ്റെ ടെക്നീക്കും കാര്യങ്ങളും എക്സാം മെത്തഡോളജി എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നില്ലെങ്കിൽ ACCAയിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ 1-2 നോളജ് ലെവൽ പേപ്പർ, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ BTO കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കാം. അപ്പം ആർക്കായാലും സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഓക്കെ, എൻ്റെ 2ാമത്തെ പേപ്പറായിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എനിക്ക് പോലും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ബട്ട് അത്ര സിമ്പിളല്ല, കാരണം ACCAയിലെ നോളജ് ലെവലിൽ വൺ ഓഫ് ദ ട്രിക്കിയസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ബട്ട് നമ്മൾ പ്യുവർലി, അതായത് കൺസെപ്ച്വലി നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ F3 പേപ്പർ, അല്ലെങ്കിൽ നോർമലി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട്സ് എന്ന് മോസ്റ്റ്ലി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഈസ് ഫോർ മൾട്ടിപ്പിൾ എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പം അതേപോലെ ഇന്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും അവരുടെ കൺട്രോളിനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ഇൻഫർമേഷന് വേണ്ടിയായിരിക്കും. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും പാസ്റ്റിൽ ഉണ്ടായ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പക്ഷേ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നാളെ എന്ത് ബഡ്ജറ്റ് ഉണ്ടാക്കാം, നാളെ നമുക്ക് എന്ത് ഫോർകാസ്റ്റ് ചെയ്യാം, നാളെ നമുക്ക് എന്ത് ഡിസിഷൻ ഉണ്ടാക്കാം അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രൈസിങ്ങിലും ബഡ്ജറ്റിങ്ങിലും പെർഫോമൻസ് വാല്യുവേഷനിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് പേപ്പറിൽ മെയിനായിട്ടും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കോസ്റ്റിംഗ് സിസ്റ്റം, പ്രൈസിങ് സിസ്റ്റം, പിന്നെ ബഡ്ജറ്റിംഗ് സിസ്റ്റം, വേരിയൻസ് അനാലിസിസും പെർഫോമൻസ് ഇവാലുവേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതും ബേസിക് ലെവലിൽ എന്ന് പറയുമ്പോൾ നല്ലോണം ബേസിക് അല്ല, നമ്മൾ കൊമേഴ്സിൽ കണ്ടിട്ടുള്ള ബേസിക് ഒന്നുമല്ല. അത്യാവശ്യം സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സാധനങ്ങളും റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മളെ ചുറ്റും കാണുന്ന പല തരത്തിലുള്ള ഇൻഡസ്ട്രികളുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ ടോപ്പിക്കിലും കൺസെപ്ച്വലി 100% ക്ലിയർ ആകാൻ പറ്റും. കൺസെപ്ച്വലി നമ്മൾ ക്ലിയർ ആണോ, നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സെഷൻ അതായത് ഈ ഒരു പേപ്പറിൻ്റെ ക്ലാസ്സസ് തീരുന്നതോടുകൂടി നമ്മൾ ഉറപ്പ് വരുത്തും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിലുള്ള എല്ലാ സിലബസിലും കൺസെപ്ച്വലി ക്ലിയർ ആക്കിയിട്ട്, അത് എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നു എന്നല്ല, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പം അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയുള്ള, അതായത് മൊത്തം പ്രാക്ടിക്കലാണ്, മോസ്റ്റ്ലി പ്രാക്ടിക്കൽ തന്നെയാണ്. ഈ തിയററ്റിക്കലി ഭയങ്കര കുറവാണ്. അപ്പം പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തിനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഈ പേപ്പർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിലിപ്പോൾ 4 തരത്തിലുള്ള ക്വസ്റ്റ്യനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഡയറക്ട്ലി ട്രേസബിൾ ടു എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബേക്കറി എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, അവിടെ ബേക്കറിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി നമ്മൾ എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നോ അതിനൊക്കെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൈദ എടുക്കും, പഞ്ചസാര എടുക്കും, വെള്ളം എടുക്കും,
ഓക്കെ. അപ്പോൾ ഈ മൈദയും പഞ്ചസാരയും വെള്ളവും ഒക്കെ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർഡ് കോസ്റ്റ് ലൈക്ക് ഫാക്ടറി റെന്റ്. അതായത് ഈ കേക്കിന് വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി വരുന്ന കോസ്റ്റ് അല്ല അത് മൊത്തത്തിൽ ഷെയർ ആവുന്ന കോസ്റ്റാണ്. ഇനിയിപ്പം ഒരു കേക്ക് ഉണ്ടാക്കിയോ 50 കേക്ക് ഉണ്ടാക്കിയോ റെന്റ് ആ ഒരു ഫാക്ടറിക്കുള്ള റെന്റ് എന്ന് പറയുന്നത് എന്താണ് അത് ഇൻഡയറക്ട്ലി വരുന്ന കോസ്റ്റാണ്. അത് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം വരുന്നതല്ല, അതൊരു ഷെയർഡ് കോസ്റ്റാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി കോസ്റ്റ്, ഒരു മാസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പ്രൊഡക്റ്റ് എന്നാലും. ഓക്കെ. അല്ലെങ്കിൽ ഒരു മാനേജറിൻ്റെ ഉള്ള സാലറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്ട്ലി റേസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അതേപോലെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് വിത്ത് ഔട്ട്പുട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റിന്റെ അതേ ഒരു കൺസെപ്റ്റിൽ വരുന്ന സാധനമാണ്. ഓക്കെ. അതായത് നമ്മളെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പം ഒരു കേക്ക് ഉണ്ടാക്കാൻ 1/2 കിലോ മൈദ വേണമെന്നുണ്ടെങ്കിൽ 2 കേക്ക് ഉണ്ടാക്കാൻ 1 കിലോ മൈദ വേണം. 4 കേക്ക് ഉണ്ടാക്കാൻ 2 കിലോ മൈദ വേണം. അപ്പം അങ്ങനെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിന് എന്താന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര കേക്ക് ഉണ്ടാക്കിയോ ആ ഒരു കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് കോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം 50 കേക്ക് ഉണ്ടാക്കിയോ 100 കേക്ക് ഉണ്ടാക്കിയോ റെന്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. ഫിനാൻസ് മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അവിടെ കേക്ക് ഉണ്ടാക്കിയോ ഇല്ലയോ അയാളുടെ സാലറി എന്തായാലും കൊടുക്കണം. അതൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് ഈ ത്രൂ ഔട്ട് ഈ പേപ്പറിൽ അനിവാര്യമാണ്. അതായത് നമ്മൾ ഒന്നുമില്ല, സിമ്പിൾ ലോജിക്കാണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റുന്നത്. ഇപ്പം എന്താ പറയാ, മിനറൽ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അവിടുത്തെ ഫാക്ടറിയുടെ റെന്റ് അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറിന്റെ സാലറി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇൻഡയറക്റ്റ് ആണ്. അത് എന്താക്കാൻ പറ്റൂല, ഒരു മിനറൽ വാട്ടറിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂല. അതേപോലെ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇതേ സാധനം ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ഔട്ട്പുട്ടിനനുസരിച്ച് എന്തൊക്കെ മാറുന്നുണ്ടോ അതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയൊക്കെ ഉണ്ടാക്കിയോ ഒന്നും മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചെറുതായിട്ട് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വേഴ്സസ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള 2 കോസ്റ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൊമേഴ്സിലൊക്കെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള 2 കോസ്റ്റിംഗ് സിസ്റ്റമാണ് ഇത്. ഓക്കെ. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ പ്രൊഡക്ഷൻ കോസ്റ്റും ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ വരും അതിൽ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആൻഡ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ്. ഇവിടെ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ഇവിടെ ബോൾഡിലുണ്ട്. ഓക്കെ. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ only variable production costs are included in the product cost. Okay. Fixed overheads are treated as period cost, charged in full of the income statement. അതായത് അതിലെന്തൊക്കെ പെടും? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്. അപ്പം ഇവിടെ ഇൻക്ലൂഡ്സ് നോക്കിയാൽ നമുക്ക് കാണാം അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എക്സ്ട്രാ ആയിട്ടുണ്ട്. ഓക്കെ. അതാണ് ഇവിടെ, അത് തന്നെയാണ് ഇത് 2 കോസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് എന്നും പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള കോസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിലൊരു സാധനം പറഞ്ഞില്ലേ, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അത് നമ്മൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ അതിനനുസരിച്ചിട്ട് മാറാത്ത കോസ്റ്റിനാണ് എന്താ പറയുന്നത്, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യും, ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഒരു പോർഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അതേസമയം മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് ചെയ്യൂല, നമ്മളത് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡിങ് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൺലി വേരിയബിൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ ഇൻക്ലൂഡ് ഇൻ ദ പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പം പ്രൊഡക്റ്റ് കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ്
മാർജിനൽ കോസ്റ്റിംഗ് എല്ലാ കോസ്റ്റും ഇൻക്ലൂഡിങ് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് വരുന്നതിനാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേക്കറി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന പഞ്ചസാരന്റെയും മൈദയുടെയും വെള്ളത്തിന്റെയും എല്ലാ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കുന്നതിന് എന്താ പറയും, മാർജിനൽ കോസ്റ്റിംഗ്. അതേപോലെ റെന്റിന്റെ ഒരു പോർഷനും കൂടി കേക്കിന്റെ കോസ്റ്റിന്റെ കൂടെ, പ്രൊഡക്റ്റ് ആയ കേക്കിന്റെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ റെന്റിന്റെ ഒരു പോർഷനും കൂടി അബ്സോർബ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പം കേക്കിന്റെ കോസ്റ്റ് ഇൻക്ലൂഡ്, അതായത് റെന്റ് കോസ്റ്റ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം? ഇപ്പം 100 കേക്കാണ് നമ്മൾ ഒരു മാസം ഉണ്ടാക്കുന്നുള്ളത്, എന്നിട്ട് 100 റെന്റ് എന്നുണ്ടെങ്കിൽ ഓരോ കേക്കിലേക്ക് നമ്മൾ ഒരു രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കേക്കിന്റെ കോസ്റ്റിന്റെ കൂടെ കൂട്ടും. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ 1 രൂപ കൂട്ടൂല, ബാക്കി എല്ലാ വേരിയബിൾ കോസ്റ്റും കൂട്ടും. അപ്പം അതായത് 99 വേരിയബിൾ കോസ്റ്റ്, എന്നിട്ട് 100 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 100 രൂപയുടെ സാധനം എന്നാണെങ്കിൽ 1 രൂപ വെച്ചിട്ട് എന്താണ് ഓരോ കേക്കിലേക്കും അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കേക്കിന്റെ വില കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിലും കൂടി പറയും അത്. ഓക്കെ, ഇനി കമ്പാരിസൺ ടേബിൾ, അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനും മാർജിനൽ കോസ്റ്റിങ്ങിനും തമ്മിലുള്ള വ്യത്യാസം കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സ്ഡും വരും വേരിയബിളും വരും. അങ്ങനെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ആകെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എന്താ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ ഉണ്ടാവുള്ളൂ. കേക്കിന്റെ കോസ്റ്റിൽ എന്തുണ്ടാവും, ആകെ വേരിയബിൾ ആയിട്ടുള്ള മൈദയും പഞ്ചസാരയും വെള്ളമൊക്കെ എന്തിലുണ്ടാവുള്ളൂ, മാർജിനൽ കോസ്റ്റിങ്ങിൽ. പക്ഷെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ റെന്റിന്റെ ഒരു പോർഷൻ കൂടി എന്തുണ്ടാവും, പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ ഉണ്ടാവും. ഇനി ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അബ്സോർബ്ഡ് ഇൻടു പ്രൊഡക്റ്റ്, അതായത് ഓരോ റെന്റ് ഇപ്പം 100 ആണെന്നുണ്ടെങ്കിൽ ഓരോ പൗണ്ടും അതായത് ഓരോ രൂപയും എന്ത് ചെയ്യും, ഈ കേക്കിന്റെ കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കും. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പീരീഡിലേക്ക് ചാർജ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് റെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് റെന്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ലൈനിൽ കാണിക്കും. ഇനി ഇൻവെന്ററിയുടെ വാല്യൂ എന്തിൽ ഹയർ ആയിരിക്കും, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഹയർ ആയിരിക്കും. എന്തുകൊണ്ട്, അവിടെ എന്താ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, ഇപ്പൊ കേക്കിന്റെ കോസ്റ്റിൽ എന്തുണ്ട്, നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട് വേരിയബിൾ കോസ്റ്റും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേക്കിന്റെ ഇൻവെന്ററി അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം, അപ്പം കേക്കിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇൻവെന്ററിയുടെ വാല്യൂ കൂടുതലായിരിക്കും എന്തില്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗിലും കമ്പയർ ടു അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി പ്രോഫിറ്റ് വെൻ ഇൻവെന്ററി ഈസ് ഹയർ. ഓക്കെ, ഇൻവെന്ററി കൂടുതലായ സമയത്ത് പ്രോഫിറ്റ് എന്തായിരിക്കും, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ട്, പ്രോഫിറ്റിന്റെ ഫോർമുല എങ്ങനെയാണ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലുള്ള സമയത്ത് ഇൻവെന്ററി വാല്യൂ കൂടുതലായ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എന്തായിരിക്കും, പ്രോഫിറ്റും ഹയർ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതായത് എപ്പോഴൊക്കെയോ ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി കൂടുതലാണോ അപ്പോഴൊക്കെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എന്തായിരിക്കും, റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താ, ഇൻവെന്ററിയുടെ വാല്യൂ കൂടുതലാണ്, നമ്മളെ ക്ലോസിംഗ് ഇൻവെന്ററി കൂടുതലാണ്. അപ്പൊ ഒബ്വിയസ്ലി പ്രോഫിറ്റ് കമ്പയർ ടു ഓക്കെ, എപ്പോഴും നമ്മൾ പറഞ്ഞതിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്. മാർജിനൽ കോസ്റ്റിംഗിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും വെൻ ഇൻവെന്ററി ഈസ് ഹയർ. ഓക്കെ, പക്ഷെ അതേസമയം മാർജിനൽ കോസ്റ്റിംഗിൽ അവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും കുറവാണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, പ്രോഫിറ്റ് കുറവാണ്. ഇനി ഓപ്പണിംഗ് ഇൻവെന്ററി ആണ് കൂടുതൽ, ക്ലോസിംഗ് ഇൻവെന്ററി കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം പിന്നെയും ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതിന് മാർജിനൽ കോസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആണ് കുറവ്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. ക്ലോസിംഗ് ഇൻവെന്ററി കുറവുള്ള സാഹചര്യത്തിൽ
അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കുറവായിരിക്കും, മാർജിനൽ കോസ്റ്റിംഗിൽ കൂടുതലായിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എപ്പോഴും ഫിക്സ്ഡ് എന്ന് പറയുന്ന എക്സ്ട്രാ കോമ്പണന്റ് വരുന്നുണ്ട്. ആ എക്സ്ട്രാ കോമ്പണന്റ് ഇൻവെന്ററിനെ കൂട്ടുന്നുണ്ട്. ഇൻവെന്ററി കൂടുന്ന സമയത്ത്, ക്ലോസിംഗ് ഇൻവെന്ററി കൂടുന്ന സമയത്ത് പ്രോഫിറ്റ് എപ്പോഴും ഹയർ ആയിട്ടാണ് അതിൽ റിപ്പോർട്ട് ആവുക. ഓക്കെ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സ്ഡ് എന്ന് പറയുന്ന കോമ്പണന്റ് എപ്പോഴും ഇല്ല. ഓക്കെ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്താണ്, ഇൻവെന്ററിയുടെ വാല്യൂ ലോവർ ആണ്. ഇൻവെന്ററിയുടെ വാല്യൂ ലോവർ ആണെങ്കിൽ ക്ലോസിംഗ് ഇൻവെന്ററി കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ലോവർ ആയിട്ട് റിപ്പോർട്ട് ആവുള്ളൂ. ഇനി ക്ലോസിംഗ് ഇൻവെന്ററി കുറവാണ് കമ്പയർ ടു ഓപ്പണിംഗ് ഇൻവെന്ററി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹയർ ആണ്. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്ച്വൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, കമ്പനി പ്രൊഡ്യൂസസ് 1000 യൂണിറ്റ്സ് ബട്ട് സെൽസ് 800. അതായത് 1000 കേക്ക് ഉണ്ടാക്കി എന്നിട്ട് 800 എണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഫിക്സ്ഡ് ഓവർഹെഡ്സ് 1000 rupees. ഓക്കെ, ₹10 per യൂണിറ്റ് അബ്സോർബ്ഡ്. അതായത് 1000 ആണ് റെന്റ് എന്ന് വിചാരിച്ചു. 1000-ന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 വെച്ചിട്ട് ഓരോ കേക്കിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, 200 യൂണിറ്റിൽ നമുക്ക് ബാക്കിയുള്ളത് 1000 ഉണ്ടാക്കിയിട്ട് 800 വിറ്റാൽ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്, 200. അപ്പം 200 ഇൻറ്റു ഓരോ യൂണിറ്റിനും അബ്സോർബ് ചെയ്ത കോസ്റ്റ്, അതായത് 2000 എന്ന് പറയുന്നുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ് പ്രോഫിറ്റ് എന്ന്, അതായത് പ്രോഫിറ്റിലേക്ക് എക്സ്ട്രാ കൂട്ടിയിട്ടാണുള്ളത്, കോസ്റ്റ് ഓഫ് സെയിൽസ് നിന്ന് കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഈ ഒരു 2000 പ്രോഫിറ്റ് എക്സ്ട്രാ ആയിരിക്കും. ഓക്കെ, പക്ഷേ അതേസമയം മാർജിനൽ കോസ്റ്റിംഗിൽ എന്താണ്, ഈ 10000 ഒറ്റ ലൈൻ ഓഫ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ട് മൊത്തത്തിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഒരു ക്ലോസിംഗ് ഇൻവെന്ററിയിൽ ബാക്കിയായിട്ടുള്ള ഫിക്സ്ഡ് ഓവർഹെഡ്സിന്റെ കോമ്പണന്റ് എത്രയാണോ അതാണ് ഇത് രണ്ട് തമ്മിലുള്ള പ്രോഫിറ്റിലുള്ള വ്യത്യാസം നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പം എപ്പോഴൊക്കെയോ ക്ലോസിംഗ് സ്റ്റോക്കിൽ വ്യത്യാസം ഉണ്ടോ, ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്, 0 ആയിരിക്കും. കാരണം ഒന്നും പറയുന്നില്ലല്ലോ, നമ്മൾ ഇത്ര സ്റ്റോക്ക് ഉണ്ടായി എന്നുള്ളത് പറയുന്നില്ലല്ലോ. നമ്മൾ 1000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് 800 എണ്ണം വിറ്റു, അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് 200 എണ്ണം ബാക്കി. 200 എണ്ണം ബാക്കിയുള്ള സമയത്ത് എന്താ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫിക്സ്ഡ് ഓവർഹെഡ്സിന്റെ കോമ്പണന്റ് എത്രയാണ്. കാരണം ഇത് മാത്രം വ്യത്യാസം വരുത്താം, ഫിക്സ്ഡ് ഓവർഹെഡ്സ് മാത്രമാണ് ഇത് തമ്മിൽ എപ്പോഴും വ്യത്യാസം വരുത്താം. അപ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡിന്റെ കോമ്പണന്റ് എത്രയാണെന്ന് നോക്കാം, എന്നിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കാം. അപ്പം എത്ര യൂണിറ്റ് ബാക്കിയുണ്ടോ, എത്രയാണോ പെർ യൂണിറ്റ് അബ്സോർബ് ചെയ്തത്, അതാണ് എപ്പോഴും ഇത് തമ്മിൽ പ്രോഫിറ്റില് വ്യത്യാസം ഉണ്ടാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ഇൻവെന്ററി എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ഫിക്സ്ഡ് ഓവർഹെഡ്സിന്റെ അബ്സോർബ്ഡ് പെർ യൂണിറ്റ് കണ്ടിട്ട് ക്ലോസിംഗ് ഇൻവെന്ററി ഇൻറ്റു അബ്സോർബ്ഡ് പെർ യൂണിറ്റ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിലുള്ള വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഈ ഡിഫറൻസ് മാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തുകൊണ്ട്. ഓക്കെ, അപ്പം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അലൈൻസ് വിത്ത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, അതായത് നമ്മൾ FAയിൽ പറയുന്ന പോലെ എന്താ, നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റൂളൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് അലൈൻ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ES2 ഒക്കെ പറയുന്ന മെത്തഡോളജിയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ പ്യുവർലി ഇന്റേണലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അത് ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്, മറ്റത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്റ്റോക്ക് ബിൽഡപ്പ് ക്യാൻ ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റ് പ്രോഫിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയൊക്കെ ബാക്കിയുണ്ടോ അപ്പോഴൊക്കെ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കും. അപ്പം കുറേ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി ആ പ്രോഫിറ്റിനെ അധികമായിട്ട് കാണിക്കാൻ പറ്റും. അപ്പം അത് റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റിന്റെ ഒരു പിക്ചർ തരാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് ഇന്റേണലി ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കംപ്ലൈസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ FAക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് കംപ്ലൈ ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെ ഷോ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് മൊത്തം കോസ്റ്റും കാണിക്കുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇവിടെ ഫിക്സ്ഡും വേരിയബിളും ആയിട്ടുള്ള എല്ലാ കോസ്റ്റും യൂണിറ്റിലേക്ക് കാണിച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ഓക്കെ, പ്രൈസിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്
കാണിക്കുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. പക്ഷെ പ്രോഫിറ്റ് ക്യാൻ ബി ഡിസ്റ്റോർട്ടഡ് ബൈ ഇൻവെന്ററി കോംപ്ലക്സ് ഓവർഹെഡ് അബ്സോർപ്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേറ്റ് ചെയ്തിട്ടും കുറച്ചിട്ടും ഒക്കെ കാണിക്കാൻ പറ്റും. എന്ത് വെച്ചിട്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിന് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓക്കെ. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈസി ഡിസിഷൻ മേക്കിംഗ്, ക്ലിയർ CVP റിലേഷൻഷിപ്പ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിനും CVP എന്ന് പറയുന്നത് വേറെ ടോപ്പിക്കാണ്. ഓക്കെ. പക്ഷെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാത്തിനും ഇന്റേണലി ഉള്ള പ്രൈസിങ്ങിനും കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് എന്തെന്നുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നോട്ട് ഗാപ് കംപ്ലയന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കംപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എല്ലാ കമ്പനിയും റിപ്പോർട്ടിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് ഇന്റേണലി ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടും പ്രൈസിങ്ങിന് വേണ്ടിയിട്ടും എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്കായിട്ടൊന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫിക്സ്ഡും വേരിയബിളും എല്ലാ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കിനെ എന്താ പറയുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം മാർജിനൽ എന്ന് പറയുമ്പോൾ ഓൺലി വേരിയബിൾ കോസ്റ്റ് ടേക്കൺ ഇൻ ടു പ്രൊഡക്റ്റ്, എന്നിട്ട് ഫിക്സ്ഡ് കോസ്റ്റിന് ഒരു പീരീഡ് കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നതിന് എന്താന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള പ്രോഫിറ്റിലുള്ള വ്യത്യാസം, റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റിലെ വ്യത്യാസം എപ്പോഴാണ് വരിക, ഇൻവെന്ററി ചേഞ്ചസ് എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ എന്ത് വരും, രണ്ടിലുള്ള പ്രോഫിറ്റിലുള്ള വ്യത്യാസം വരും. ഒരു കമ്പനി 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 100 യൂണിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ ഉപയോഗിച്ചോ മാർജിനൽ ഉപയോഗിച്ചോ എന്തുണ്ടാവില്ല, പ്രോഫിറ്റില് രണ്ടിലും വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ. പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റില് രണ്ടും സെയിം ആയിട്ടേ കാണിക്കുള്ളൂ. പക്ഷെ അതേസമയം ഓപ്പണിംഗ് ഇൻവെന്ററി കൂടുതലാണോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, മാർജിനൽ കോസ്റ്റിംഗില് പ്രോഫിറ്റ് ഹയർ ആയിട്ട് കാണിക്കും. ഇനി ക്ലോസിംഗ് ഇൻവെന്ററി കൂടുതലാണോ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗില് പ്രോഫിറ്റ് ഹയർ ആയിട്ട് കാണിക്കും. ഈ രണ്ട് മെത്തഡോളജി യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റില് ആകെ റിപ്പോർട്ടിംഗ് പ്രോഫിറ്റില് വ്യത്യാസം ഉണ്ടാവുക, ഇൻവെന്ററിയിൽ എപ്പോഴൊക്കെ വ്യത്യാസം ഉണ്ടോ അപ്പോഴൊക്കെ ഈ രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. ഇനി SCCA എക്സാമില് ഇതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. SCCAയുടെ എക്സാം MA എക്സാം എങ്ങനെയാണുള്ളത്, ഓൺ ഡിമാൻഡ് CBA ആണ്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും എഴുതാം. ക്വാർട്ടർലി എക്സാമിന് ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മള് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് പറ്റുന്നോ അത്രയും പെട്ടെന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ എക്സാമിന്റെ ഇത് വരുന്നത് എന്താ വെച്ചാല് 35 MCQ ഉണ്ടാവും. അപ്പോൾ 70 മാർക്സ് ഈച്ച് MCQ വിത്ത് 2 മാർക്സ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. അങ്ങനെ 100 മാർക്സിന്റെ ടോട്ടൽ എക്സാം ആണ്. 50 ആണ് പാസ് റേറ്റ്, പാസ് മാർക്ക്. പിന്നെ ഇതിൽ 10 മാർക്കിന്റെ ആ 3 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഏരിയ ആണ് അബ്സോർപ്ഷൻ വേഴ്സസ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇതിൽ വ്യത്യാസം വരിക എന്നുള്ളത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇൻവെന്ററി ചേഞ്ചിലുള്ള സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റില് വ്യത്യാസം കാണിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പല സിനാരിയോകളും വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ. ഈ രണ്ട് തമ്മിലുള്ള റിക്കൺസിലിയേഷൻ, അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിൽ ഇതാണ് പ്രോഫിറ്റ്, ഇങ്ങനെയാണ് യൂണിറ്റ്സ് ഉള്ളത്, അപ്പം മാർജിനൽ കോസ്റ്റിംഗിൽ എന്തായിരിക്കും പ്രോഫിറ്റ്, അങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ റിവിഷൻ കിട്ടുന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പം കൂടുതൽ ക്ലാരിറ്റി കിട്ടും, എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതിനുള്ള ക്ലാരിറ്റി കിട്ടും. പിന്നെ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.